അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സാർ എന്താണ് ഇംഗ്ലീഷ് വീഡിയോ ഇടായിരുന്നത്? അപ്പോൾ നമ്മൾ 9 മാസം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഒത്തിരി പേര് എനിക്കൊന്ന് കിട്ടിയ കമൻറ്റിലെല്ലാം ഇത് തന്നെയായിരുന്നു ചോദ്യം, എന്നാ പറ്റി, എന്താണ് ഇടായിരുന്നതെന്നുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മടിയായിരുന്നു, അതാണ് എനിക്ക് കാരണം. ഞാനന്നേരം ഓർക്കുമായിരുന്നു, ഓക്കെ നാളെ ചെയ്യാം, ഐ വിൽ ഡു ഇറ്റ് ടുമോറോ, അല്ലെങ്കിൽ പിന്നീടായിട്ട് ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. കാരണം ഞാൻ ഇപ്പം വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മടുപ്പാണ്, അതുകൊണ്ട് ഓർത്തു ഓഹോ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഐ എം സോ ടയേർഡ്, ഭയങ്കര മടുപ്പാണ് എന്നങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. ഇനിയിപ്പോഴേ നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണെങ്കിൽ അല്ലേ, നമ്മൾ പിന്നെ ചെയ്യാം പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ നീട്ടി വെക്കാറുണ്ട് അല്ലേ. ഇപ്പം അതിന് ഒരു ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, അതിന് പ്രൊക്രാസ്റ്റിനേറ്റ് എന്നാണ് പറയുന്നത്. പ്രൊക്രാസ്റ്റിനേറ്റ്, മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഈ പ്രൊക്രാസ്റ്റിനേറ്റിൻ്റെ അർത്ഥം. ഇനിയിപ്പം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വൈകിക്കൽ അല്ലെങ്കിൽ നീട്ടിവെക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, പ്രൊക്രാസ്റ്റിനേഷൻ. ഇനി ഇങ്ങനെ ചെയ്യുന്ന ആളുണ്ടല്ലോ, ഇങ്ങനെ നീട്ടി വെക്കുന്ന ആൾ, നമുക്കൊക്കെ ഉള്ള സ്വഭാവമാണല്ലേ. അപ്പം നമ്മളെയൊക്കെ ആ കാറ്റഗറിയിൽ പെടുത്താം, എന്നെ ആ കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ എനിക്ക് നീട്ടി വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാന്നൊരു പേരെന്താണ്, പ്രൊക്രാസ്റ്റിനേറ്റർ. എന്താണ് പ്രൊക്രാസ്റ്റിനേറ്റർ? നമ്മൾ എന്തുകൊണ്ടാണ് നീട്ടി വെക്കുന്നത്? നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ നീട്ടി വെക്കാറുണ്ടല്ലേ, നാളെ ചെയ്യാം, നാളെ കഴിഞ്ഞാട്ടെ എന്നൊക്കെ അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ ചോദിക്കാൻ നമ്മൾ പറയാം, ഐ വാസ് ലുക്കിംഗ് ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. എന്താണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക സംതൃപ്തി. അതായത് ഇപ്പം നിങ്ങൾ പറയണം, ഓക്കെ ഇംഗ്ലീഷ് പഠിക്കണോ അതോ കുറച്ച് നേരം ഇരുന്ന് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ കാണണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം കാണാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കും പറയും, ഒരു 5 മിനിറ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാം അല്ലേ. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണോ, അങ്ങനെ ഒന്നും ചെയ്യണോ, അല്ലെ ഇപ്പം എല്ലാം പഠിക്കണോ, ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അപ്പം നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോലെ അതിന് നമ്മൾ എന്താണ് നമ്മൾ നോക്കുന്നത്? വി ആർ ലുക്കിംഗ് ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ആ വാക്ക് മനസ്സിലായാലോ, ഐ വാസ് ലുക്കിംഗ് ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതുകൊണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്തിരുന്നത്, അപ്പോഴേ ആ വീഡിയോ ഇടുന്നതിന് പകരമായിട്ട് അന്നേരം ഉറങ്ങാം, അല്ലെങ്കിൽ കുറച്ച് നേരം എന്തെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിരിക്കാം എന്നൊക്കെ ഓർത്താണ് ഈ 9 മാസം ഇങ്ങനെ മുന്നോട്ട് പോയി. നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. ഐ വാസ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ്, ഞാൻ നീട്ടിവെക്കുകയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, യു ഷുഡ് നോട്ട് പ്രൊക്രാസ്റ്റിനേറ്റ്, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, നീ അങ്ങനെ, ആ സ്വഭാവം നല്ലൊരു സ്വഭാവമല്ല, യു ഷുഡ് നോട്ട് പ്രൊക്രാസ്റ്റിനേറ്റ്. എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ഷുഡ് നോട്ട് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ യു ഷുഡൻറ്റ് എന്ന് പറയും. പക്ഷേ നമ്മളെവിടെയാണ് ഷുഡ്, മസ്റ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് നിർബന്ധമായിട്ടുള്ളതാണെങ്കിൽ യു മസ്റ്റ് നോട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് പറയാം അല്ലേ. നമ്മുടെ ഒരു മാനേജറാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, യു നീഡ് ടു സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ വീഡിയോസ്. എന്താണ് ഈ നീട്ടിവെക്കുന്ന പരിപാടി നിർത്തണം. യു നീഡ് ടു സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ വീഡിയോസ്. വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങല്ലേ. ഐ ടെൻഡ് ടു പ്രൊക്രാസ്റ്റിനേറ്റ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡിങ് ഫോർ എക്സാംസ്. എന്താണ് അതെൻ്റെ ഒരു സ്വഭാവമായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഉള്ള സ്വഭാവമാണ് അല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഐ ടെൻഡ് ടു പ്രൊക്രാസ്റ്റിനേറ്റ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡിങ് ഫോർ എക്സാംസ്. നമുക്കൊക്കെ ഉള്ള സ്വഭാവമാണ് അല്ലേ. I always procrastinate on my homework until the night before it's due. അത് നിങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യമായിരിക്കും അല്ലേ. I always procrastinate on my homework. നമ്മൾ അവസാനം 20 ദിവസം കിട്ടിയാലും നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നപ്പോഴായിരിക്കും ഈ അവസാനത്തെ ആ 1 ദിവസം രാത്രിയിലായിരിക്കും അല്ലേ. അത് എല്ലാവരും ചെയ്യുന്നത് അല്ലേ, ഞാനും അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. I always do that. Procrastination is a bad habit, but it's hard to break. എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം അല്ലെങ്കിൽ നീട്ടി വെക്കുന്നത് വളരെ വലിയൊരു സ്വഭാവമാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്താണ്, ബട്ട് ഇറ്റ്സ് ഹാർഡ് ടു ബ്രേക്ക്. വളരെ ബുദ്ധിമുട്ടാണല്ലേ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു, ഐ എം നോട്ട് ഗോയിങ് ടു പ്രൊക്രാസ്റ്റിനേറ്റ് എനി മോർ. ഇനി ആ പരിപാടിയില്ല, നിർത്തി. ഇനിയിപ്പം നമ്മൾ എന്ത് വന്നാലും നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പാതിരാത്രിക്ക് ഇരുന്ന് ചെയ്യുന്നു അല്ലേ. എന്താണ് ഞാൻ തീരുമാനിച്ചു, ഐ എം നോട്ട് ഗോയിങ് ടു പ്രൊക്രാസ്റ്റിനേറ്റ് എനി മോർ. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? നിങ്ങളും ഇങ്ങനെ തന്നെ പറയണം, ഐ എം നോട്ട് ഗോയിങ് ടു പ്രൊക്രാസ്റ്റിനേറ്റ് എനി മോർ ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ സ്റ്റഡീസ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ ഇംഗ്ലീഷ് ലേണിംഗ് റൈറ്റ് നൗ. ഇപ്പം തൊട്ട് തുടങ്ങണം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്താ വീഡിയോ ചെയ്യായിരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.